ഇന്ന് ഞാനിവിടെ ഉലുവ വിരകിയതാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നടുവേദന, പുറം വേദന, അങ്ങനെ ശരീരം മൊത്തം വേദനക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഉലുവ വിരകിയത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. ഈ ഒരു കർക്കിടക മാസത്തിലും അതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഉലുവ വിരകിയത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കണേക്കാൾ മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഉലുവ വിരകിയത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഉലുവയുടെ ഗുണങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയല്ലേ. വളരെ നല്ലതാണ് കേട്ടോ കഴിക്കണത്. വെറുതെ നമ്മൾ ഉലുവ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഉലുവ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ശരീരത്തിലുള്ള അഴുക്കൊക്കെ നീക്കം ചെയ്യാനും പിന്നെ വയറ് കുറയാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഉലുവ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തെടുക്കാനായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കണത്. നിങ്ങൾക്കിത് പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉലുവൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ട് അതൊരു 2 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്നിട്ടൊക്കെ കിട്ടും. ഒരു 8 മണിക്കൂറിന് ശേഷമേ ഉലുവ നല്ലോണം തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം കുതിർന്ന് വന്നതിന് ശേഷം വേണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുതിർത്തെടുത്തിട്ടുള്ള ഉലുവ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിലേക്ക് ഞാൻ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ കുതിർത്തെടുക്കാനായിട്ട് നല്ല വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നാലാണ് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉലുവ വേവിച്ചെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ 2ാം പാലാണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചിരവി എടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരിച്ചു കൂടെ എടുക്കുക. അപ്പോൾ ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങ നന്നായിട്ട് നമുക്ക് അരച്ചിട്ട് ഇങ്ങനെ ആ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് തേങ്ങയുടെ 1ാം പാൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു തേങ്ങാപ്പാൽ തന്നെയാണ് ഇട്ടത്. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു തേങ്ങയുടെ പീരുണ്ടല്ലോ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കൂടെ ഒന്ന് അരിച്ചു കൂടെ എടുക്കുക. ഇതിനത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ. ഇത് വെള്ളം പോലെ ഉണ്ടാവുക. അപ്പോൾ ഇത് തേങ്ങയുടെ 2ാം പാലാണ്. ഈ ഒരു 2ാം പാലിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഉലുവ വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമഞ്ഞളാണ്. ഞാനിവിടെ 2 ചെറിയ കഷ്ണമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കണ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ച് മാത്രം മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂണോ അതല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോ മാത്രം മതി കേട്ടോ. കൂടി പോവണ്ട. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ കുത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ പച്ചമഞ്ഞളാണെങ്കിൽ 2 ചെറിയ കഷ്ണം മാത്രം ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരയ്ക്കാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വെച്ചാലാണ് അത് വെന്ത് വരിക ആ ഒരു കണക്കിനനുസരിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. അത് വെന്ത് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ശർക്കരയ്ക്ക് പകരമായിട്ട് കരിപ്പെട്ടി ആണെങ്കിലും എടുക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഞാനിവിടെ ശർക്കര വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര എല്ലാം നല്ലോണം തന്നെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ശർക്കരപ്പാനി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് ചൂടോടെ തന്നെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കാണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പാകത്തിന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഉലുവ നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ മിക്സിയിലെ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് 1-2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഉലുവയിലത്തെ ആ ഒരു വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിച്ച് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതി. പിന്നെ ഉലുവ അരച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ തരിയൊക്കെ ആയിട്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഉലുവയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ആ ഒരു ശർക്കര പാനി കൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആകെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
എന്നിട്ടും കട്ടകളൊന്നും ഉടയണില്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും. നല്ലോണം തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൈയെടുക്കാണ്ട് വേണം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഏലക്ക കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം കേട്ടോ. അതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കണില്ല. ഏലക്കാപ്പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ 1-ാം പാലുണ്ടല്ലോ, തിക്കായിട്ടുള്ള പാല്, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ ഇത് വരട്ടിയെടുക്കാനായിട്ട്. തേങ്ങാപ്പാലും ശർക്കരപ്പാനൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഉലുവ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുറുകി കിട്ടും. ഇങ്ങനെ ഹൽവ പോലെ അങ്ങനെ നമുക്കിത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. നന്നായിട്ട് തിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അധികം കയ്പൊന്നും ഇല്ലാത്തൊരു ഉലുവ വിരകിയതാണ്. പെട്ടെന്ന് മുറുകി കിട്ടാനായിട്ട്, അതായത് ഇങ്ങനെ തിക്കായിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ഒരു തേങ്ങാപ്പാൽ ചേർത്തില്ല. ആ ഒരു സമയത്ത് ഒരു 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ആവാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ലോണം തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്ന നെയ്യും പിന്നെ ആ ഒരു തേങ്ങാപ്പാലിലെ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ ആ ഒരു പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മുറുകി കിട്ടും കേട്ടോ. അങ്ങനെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉലുവ വിരകിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഉരുളിയിൽ അങ്ങനെ തന്നെ വെക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ചൂടാറി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ക്ലീൻ ആയിട്ടുള്ളൊരു കുപ്പിയിലോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെക്കാം കേട്ടോ, എടുത്ത് വെക്കാം. എന്നിട്ടിത് ഒരു ദിവസം പുറത്ത് വെക്കാതിന് ശേഷം പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തണുപ്പൊക്കെ പോയിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന്. നമുക്ക് നടുവേദന, അതുപോലെ തന്നെ കാലുവേദന, മുട്ടുവേദന, അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.